വിപ്ലവ പാർട്ടികളോ എന്നാണ് ചോദ്യം. മധു, അവർ ബാംഗ്ലൂരിലേക്ക് വരാൻ പോവുകയാണ്. പാർട്ടികൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിൽ 22 കോടി കഴിഞ്ഞിരിക്കുന്നു. 2,10,00,000 പിന്നിട്ടിരിക്കുന്നു ഈ കോക്രോച്ച് ജനത പാർട്ടിയുടെ ഫോളോവേഴ്സ്. BJPക്ക് 8.7 മില്യൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 13.4 മില്യൺ. അവിടെയാണ് 21 മില്യണുമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ പോക്ക്. പാർട്ടികൾ വിപ്ലവകാരികളാണോ? ഇത് ഈ തലമുറയുടെ ശബ്ദമാണ്. നമ്മൾ ഒരു 3 ദിവസം മുമ്പ് ഈ കോക്രോച്ച് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 8.9 ആയിരുന്നു അവരുടെ ഇൻസ്റ്റാ ഐ ഡിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. 8.9 മില്യൺ ആയിരുന്നു. അതായത് എപ്പോഴാണോ കോക്രോച്ച് പാർട്ടിയുടെ ഫോളോവേഴ്സ് BJP ഫോർ ഇന്ത്യയെ ഓവർകം ചെയ്തത്, അപ്പോഴാണ് വലിയ തോതിൽ ഇത് ചർച്ചയായി തുടങ്ങിയതും സമൂഹ മാധ്യമങ്ങളിലാകെ കേരളത്തിൽ ഉൾപ്പെടെ ഇത് നിറയുകയും ചെയ്തത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പാരിതോഷിക പദവികൾ നൽകരുത് എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു പൗരന്റെ വോട്ടവകാശം എടുത്തു കളഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി സ്ത്രീകൾക്ക് 50% റിസർവേഷൻ വേണം. ഗോദി മാധ്യമങ്ങൾക്ക് പകരം സ്വതന്ത്ര മാധ്യമങ്ങൾ വേണം. ജയിച്ച ശേഷം കൂറുമാറ്റം നടത്തുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് ബാൻ ചെയ്യണം. ഇതിൽ ആദ്യത്തെ നോക്കൂ, റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പാരിതോഷിക പദവികൾ നൽകരുത്. അതിലൊന്നാമത്തതിന്റെ കാര്യം, എന്തുകൊണ്ടാണ് ജുഡീഷ്യറി ആദ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത്? കാരണം ഇത് അതെ, ഇതൊരു ചീഫ് ജസ്റ്റിസ് പാർട്ടിയാണ്. PR സുനിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? നമുക്കൊരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കില്ല. നിയമ സംവിധാനം പ്രാവർത്തികമാകുന്ന രീതിയെക്കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് നിയമത്തിലും രാജ്യത്തിന്റെ സുപ്രീം പവറായ ഏറ്റവും അവസാനത്തെ തീരുമാനം പ്രഖ്യാപിക്കേണ്ട സുപ്രീം കോടതിയിലുമൊക്കെ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടാകും, നിയമം കാവൽ നിൽക്കുമെന്ന്. അവിടെ നിന്നാണ് ആ പരാമർശം വരുന്നത്. അത് വലിയ തോതിൽ വേദനിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോടതിയെ നമ്മൾ അവസ്ഥാനത്തെ ആശ്രയമായി കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പരാമർശം വരുമ്പോൾ അവരവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുപോലും നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം അവിടെ നിന്നാണ്, അങ്ങോട്ടാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് വോട്ടവകാശം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സർവീസ് വോട്ടുകൾ എത്ര എണ്ണം ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്? 21,000. അപ്പോൾ ഒരു പൗരന്റെ വോട്ടിന് ജനാധിപത്യത്തെ നിർണ്ണയിക്കാൻ അവകാശമുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 21,000 പേരുടെ വോട്ടവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രീമാണ്, ശരിയാണ്. പക്ഷെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ നമ്മളുടെ റിപ്പോർട്ടറിനോട് പറയുന്നത്, ഒരാൾക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ നിർണയാവകാശം അർഹതയുണ്ടായിട്ട് ഇല്ലാതാകുകയാണെങ്കിൽ, അവർക്കത് ചെയ്യാൻ കഴിയാതെ പോവുകയാണെങ്കിൽ ജനാധിപത്യത്തിന് എന്താണ് മൂല്യം, അതിൻ്റെ സുതാര്യതയ്ക്ക് എന്താണ് മൂല്യം എന്നുള്ളതൊരു ചോദ്യമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഈ വലിയ തരംഗമായതിന് പിന്നാലെ മീഡിയ ഇന്റർവ്യൂവിന് വേണ്ടി സമീപിക്കുന്നവർ പറയുന്നത് അറിയുമോ? ഗോദി മീഡിയയ്ക്ക് ഇന്റർവ്യൂ ഇല്ല. നമ്മൾ എത്ര ആളുകളെ കാണുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ തന്നെ കാണുന്നുണ്ട്. നമ്മളിലേക്ക് ലൈം ലൈറ്റ് വീഴുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനോട് പ്രതികരിക്കാൻ നിൽക്കും. എന്തുകൊണ്ടാണ്? ആളുകൾ നമ്മളെ കാണണമെന്ന ആഗ്രഹത്തിൽ. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനകം 5-6 ദിവസം കൊണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ശക്തിയായി അവർ മാറിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് മറ്റുള്ളവരുടെ വഴിയിലൂടെ ഞങ്ങളിലേക്ക് ആരും വരേണ്ട എന്ന തീരുമാനം അവർ എടുക്കുന്നത് എന്നതാണ് പ്രധാനം. നോക്കൂ, ജെൻസി അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഉത്തരവാദിത്തമില്ലാത്തവരല്ല. നമ്മൾ തലമുറ എടുത്തു നോക്കുകയാണ് എങ്കിൽ അവർക്ക് രാജഭരണത്തോട് പോരാടേണ്ടതില്ല, അവർക്ക് കൊളോണിയൽ ഭരണത്തോട് പോരാടേണ്ടതില്ല, അവർക്ക് അതിനുശേഷം ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥകളോട്, സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു സമൂഹം എന്ന നിലയ്ക്കുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളോട് പോരാടേണ്ടതില്ല, അവർക്ക് വലിയ വർഗീയ കലാപങ്ങളോട് ആ നിലയ്ക്ക് ഈ പതിറ്റാണ്ടിൽ പോരാടേണ്ടി വരുന്ന സാഹചര്യമില്ല, അവർക്ക് പട്ടിണിയോട് പോരാടേണ്ടി വരുന്നില്ല, അവർക്ക് പത്തേമാരിയിൽ കയറി ഗൾഫിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ അരക്ഷിതമായി പോകേണ്ടി വരുന്നില്ല. ഇങ്ങനെ വലിയ യുദ്ധങ്ങളല്ല അവർക്കുള്ളത് അഡ്രസ്സ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആവശ്യമാണ്. നമ്മൾ ഈ തലമുറയുടെ ഭാഷയെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ജെൻസി കുട്ടികളിലേക്ക് മദ്യവും ലഹരി മരുന്ന്, ഈ കെമിക്കൽ ലഹരി അടക്കമുള്ളവ വരുന്ന, രാസലഹരി വരുന്ന സമയത്ത് നമ്മളെന്താ പറയുന്നത്? നമ്മളവരെ കേൾക്കുന്നില്ല. കോവിഡാനന്തരമുള്ള കുഞ്ഞുങ്ങളുടെ യുദ്ധങ്ങൾ എന്താണെന്ന് നമുക്കറിയുന്നില്ല, അവരുടെ ഭാഷ എന്താണ്, അവരുടെ വികാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, അവരോട് സംവദിക്കാതെ, ഈ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല എന്ന വിപ്ലവഗാനമൊന്നും പാടാൻ നിൽക്കില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കോർണറുകളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നുണ്ട്. നമ്മുടെ നാടിന് ആ നിലയ്ക്കുള്ള അട്ടിമറികൾ നമുക്ക് വേണ്ടതില്ല. പക്ഷേ
പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിലൂടെ, പാർലമെന്ററി രാഷ്ട്രീയത്തിലൂടെ ഈ പറയുന്ന ആം ആദ്മി പോലെയുള്ള കടന്നുവരവുകളാണ് എങ്കിൽ ശരി, അല്ലെ, പ്രൊട്ടസ്റ്റുകളിലൂടെ തന്നെ വരട്ടെ. പക്ഷേ അട്ടിമറികൾ എന്ന് പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. അതൊരു രാജ്യത്തിന്റെ സ്വൈര്യ ജീവിതത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും സാമ്പത്തിക താല്പര്യത്തിനും സാമൂഹ്യ താല്പര്യത്തിനും ഒക്കെ വിരുദ്ധമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാതെ അവരെ ആ തരത്തിലുള്ള നിർബന്ധിതാവസ്ഥകളിലേക്ക് തള്ളിവിടാതെ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ മർക്കടമുഷ്ടിയോടുകൂടി അവരെ നേരിടാൻ പോയാൽ സമൂഹം എന്ന നിലയ്ക്കും രാഷ്ട്രീയം എന്ന നിലയ്ക്കും നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നതാണ്. അപ്പോൾ ഈ തലമുറ, സിസ്റ്റം അവഗണിച്ച ഈ തലമുറ, തൊഴിലില്ലായ്മയുടെ പേരിൽ വേദനിക്കുമ്പോൾ പരിഹസിക്കുന്ന സിസ്റ്റമുള്ള, അവർ അവഗണിച്ച, അവർ പരിഹസിക്കാൻ ശ്രമിച്ച, അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഈ തലമുറയുടെ രാഷ്ട്രീയം അവർ ഉറക്കെ പറയുകയാണ്. അതിനവർക്ക് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട, നമ്മൾ സംവദിക്കുന്ന മാധ്യമങ്ങൾ വേണ്ട, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പിന്നെ ഈ 2 കോടിയിലധികം എന്ന് പറയുന്നത് മുഴുവൻ കോക്രോച്ചുകളാണോ? അങ്ങ് ഫോളോ ചെയ്തിട്ടില്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി കൂടിയാണ്. അവരെന്തിനാണ് ഉരുമ്പെടുന്നത്, എന്താണ് അവരെ നയിക്കുന്നത്, എന്താണ് അവരുടെ ആശയം, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കൂടിയാണ്. അല്ലാതെ ബംഗളൂരുവിൽ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നിടത്തേക്ക് ഞാനോ അങ്ങയോ അടക്കമുള്ള ഫോളോവേഴ്സ് എല്ലാവരും ഇറങ്ങിപ്പോകില്ല. പക്ഷേ പോകുന്നവരും ഉണ്ടാകും എന്നതാണ് നമ്മൾ അവിടെയും കൂടി മനസ്സിലാക്കേണ്ടത്. അഭിജിത്ത് ദീപ്കയ്ക്ക് വധഭീഷണി വരികയാണ്. ആർക്കാണ് അതിന്റെ താല്പര്യം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാകൂ എന്ന ഒരു പേജ് സ്ഥാപിച്ച ഒരാളോട്. അദ്ദേഹം ഒരു ജേർണലിസം സ്റ്റുഡൻ്റ് ആയിരുന്നു പൂനെയിൽ, ഇപ്പോൾ PR-ൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതൊരു ഈ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആയുധം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ നമ്മൾ സാഗൂതം വീക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം. ഭീഷണി, അധിക്ഷേപം, ജാത്യധിക്ഷേപം ഉണ്ടാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആഗയാദ കാർഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ദളിതനാണ് എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദാ വന്നല്ലോ ജാതിക്കാട് എന്ന് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബംഗളൂരുവിലെ ആഹ്വാനം എങ്ങനെ കണ്ടുപോകും എന്നെനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ തുടർച്ച നല്ല ഗതിക്കായിരിക്കില്ല. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് അവരും പരാജയപ്പെട്ടു പോകും. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നതുകൂടി ആലോചിക്കുന്നുണ്ട്. 30 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ, അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഒരു രാജ്യം, സമൂഹം എന്ന നിലയ്ക്ക് കാണേണ്ടതാണ്. പഠിക്കുന്ന കുട്ടികളാണ്, തൊഴിൽ നേടാൻ നോക്കുന്നവരാണ്, സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്, ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതീക്ഷയും ഉള്ളവരാണ്. കൗമാരകാലത്തിന് സമയം മുതൽ ഒരു യുവാവിൻ്റെ, യുവതിയുടെ മനസ്സിൽ ലോകത്തോടുള്ള വീക്ഷണം ഉണ്ടാകുന്നത്ര വലിയ ഇന്ദ്രജാലം ലോകം കണ്ടിട്ടില്ല. അതിനോട് പ്രതിപ്രവർത്തിച്ച് മാത്രമാണ് ലോകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതുമില്ല. അപ്പോൾ നമ്മൾ അവരെ വീക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങളോട് പ്രതിപ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്നുണ്ട്. ഇനി വേറെ ഒന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്, അവർ അട്ടിമറിക്കൊരുങ്ങും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സമൂഹം, അവർക്ക് സംവദിക്കാനുള്ള വേദികളെ അടച്ചിട്ടുകൊണ്ടല്ല നമ്മൾ അവരെ നേരിടേണ്ടത് എന്ന വാക്ക് പോലും തെറ്റാണ്, അല്ലെ? നമ്മൾ അവരോട് സംവദിക്കേണ്ടത് അവരുടെ വേദികളെ അടച്ചിട്ടുകൊണ്ടല്ല. നമ്മൾ അവരുടെ വേദികളിലേക്ക് പോവുകയും അവരോട് സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയുമാണ് വേണ്ടത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ രാജി അവർ ആവശ്യപ്പെടുകയാണ്. തെറ്റാണോ? വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ ഇന്ന് ആ മന്ത്രി ആ സ്ഥാനത്ത് തുടരുമോ? 10-20 ലക്ഷം കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ച് ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിച്ച ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവിടെ നിലനിൽക്കുമോ? കുറച്ച് പേർ അറസ്റ്റിലാവുന്നു എന്നുള്ളതല്ല, അതൊരു സംവിധാനത്തിനുണ്ടായ വീഴ്ചയാണ്. ആ നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയമായി ഏറ്റെടുക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കായിക താരങ്ങൾ അവരുടെ ആത്മാഭിമാനത്തിന് വില പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി നിന്നില്ലേ? മുടി മൊട്ടയടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അതിനോടൊക്കെ ഈ രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നൊരു ചോദ്യമില്ലേ? ഈ ഉള്ളു നോകുന്ന വേദന എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് സ്ക്രീനിലേക്ക് മാത്രം ചുരുക്കി വെച്ച് തല കുമ്പിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു പ്രക്ഷുബ്ധതയുണ്ട്. അതിനെ കൂടി കാണാനും കേൾക്കാനും തയ്യാറെടുക്കുന്നിടത്താണ് നമുക്ക് ഈ കാലത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നത്. അതിനോടുകൂടി പ്രതിപ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാലം കടന്ന് വളർന്നു എന്ന് അവകാശപ്പെടുന്നത്. Meet the editors.